ഹലോ ഗൈസ്, അപ്പോൾ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നേരെ അത് പോയിട്ട് കാണണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡിങ് പരിപാടി തുടങ്ങുകയാണ്. ഇവിടെ നമുക്ക് ഈ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ സ്വന്തം മാഡം. മാഡത്തിൻ്റെ ചിരി ഉണ്ടല്ലോ, ഇതുകൊണ്ടാണ് ഗൈസ് ഞങ്ങൾ മമ്മീന്ന് വിളിക്കുന്നത് മാഡത്തിനെ. അപ്പോൾ നമുക്ക് നേരെ യുദ്ധത്തിലേക്ക് കിടക്കാം. അതുപോലെ ചിക്കനൊക്കെ നല്ല കപ്പയിൽ മിക്സ് ചെയ്തിട്ട് ബീഫും അതിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇറ്റ്സ് റിയലി സ്വർഗം കാണും ഗൈസ്. ആ ബീഫിൻ്റെ ടെക്സ്ചറിനൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. നല്ല ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ കിട്ടില്ല സാധനം. അത് കഴിഞ്ഞ് ഇതാ ഫിഷ് കഴിക്കാതെ ഞാൻ ഫിഷും കഴിച്ചു ഗൈസ്. ഇതാണ് മിൻഹാജ്, നമ്മുടെ മുന്നത്തെ വീഡിയോയിലുണ്ട്. ഇവൻ്റെ തീറ്റ കണ്ടിട്ട് ഞാൻ തന്നെ കണ്ണുള്ളിപ്പോയി ഗൈസ്. മാമാണെങ്കിൽ ഓരോ ആപ്പിളും അതും ഇതൊക്കെ എടുത്തിട്ട് ആൾക്ക് ഇങ്ങനെ കഴിക്കും. ഇങ്ങനെ തീറ്റ അടിപൊളിയാണ്. ഇതുപോലെ കുറേ കഷ്ണങ്ങൾ ഉണ്ടാവും പ്ലേറ്റിൽ. അങ്ങനെ ഞങ്ങൾ തീറ്റ കണ്ടിട്ട് മേഡം രണ്ടാമത് അടുക്കളയിൽ പോയിട്ട് രണ്ടാമത് കൊടുക്കുന്ന ബീഫാണ് നിങ്ങൾ ഈ പ്ലേറ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ടെൻഷൻ നോക്കി കഴിഞ്ഞു പോകുന്ന ടെൻഷൻ. ഇങ്ങനെയൊക്കെ ആവണം ശരിക്കും. എത്ര കഴിച്ചാലും തടിയിൽ കാണിക്കാത്ത ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം ഗൈസ്. ഇനി മിൻഹാജിന്റെ കാര്യം പറയണേ, നോമ്പ് തുറന്നതിന് ശേഷം ഷവായം കഴിച്ചിട്ടാണ് പിന്നെ അവൻ ഇത്രയും സാധനങ്ങൾ ഇരുന്ന് കുത്തി കയറ്റുന്നത്. അമൃതയും മിൻഹാജും തീറ്റൊക്കെ മതിയാക്കി നേരെ അടുക്കളയ്ക്ക് പാത്രം കഴുകാൻ പോയി. അപ്പോഴും രണ്ടാളോടെ ഇരിങ്ങ. അങ്ങനെ പരിപാടി വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ആപ്പിളും കടിച്ചിട്ട് നേരെ നോക്കിയ സമയത്ത് അമൃത ഇവിടെ കിളി പോയി നിൽക്കുന്നത് കാണാൻ സാധിക്കും. കാരണം അവൾക്ക് അങ്ങനെ പറയുന്നുള്ളത് ഞാൻ കഴിക്കാൻ പറ്റില്ല. പക്ഷേ മിൻഹാജ് എപ്പോഴും കട്ടാക്കി നിൽക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാൻ വന്നിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോ ഗൈസ്. ബൈ.